ബാക്ക് ടു ചാരസ് സർക്കിൾ. എൻ്റെ കൂടെ ഒരാൾ ഇരിപ്പുണ്ട്. എല്ലാവർക്കും അറിയാം, ക്രിസ്മസ് ആകുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വരുന്നതാണ്. സന്തോഷത്തോടു കൂടി മിഠായിയും ഗിഫ്റ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് സാന്താക്ലോസ് അപ്പൂപ്പനെ അല്ലെങ്കിൽ സാന്ത എങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കാൻ നോക്കാം. അത് 7-Upൻ്റെയോ അല്ലെങ്കിൽ സ്പ്രൈറ്റിൻ്റെയോ ഒക്കെ കുപ്പികൾ ഉണ്ടാവുമല്ലോ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സോഡ ബോട്ടിൽ വരുന്നുണ്ട്. അങ്ങനത്തെ ബോട്ടിൽ വെച്ചിട്ട് വലിയ ബോട്ടിലല്ല, ചെറിയ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് സാന്താക്ലോസ് അപ്പൂപ്പനെ വീട്ടിലുണ്ടാക്കാം. എങ്ങനെയെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തു, 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാനിവിടെ. ഇതൊരല്പം നീണ്ട ബോട്ടിലാണ്. ഉരുണ്ട ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പപ്പാന് നല്ല ഉരുണ്ടിട്ടിരിക്കും. അപ്പോൾ ഇത് 4ആയിട്ട് കട്ട് ചെയ്ത ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിതിൽ ഈ ആദ്യത്തെ പോർഷൻ, ഈ 2 പോർഷൻ മാത്രം മതി. മറ്റ് 2 പോർഷൻ ഞാൻ മാറ്റുവാണ്. ഇത് തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അതൊരു ടേപ്പ് വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളകിപ്പോകാൻ പാടില്ല. ഇനി നമുക്ക് പപ്പാനയുടെ തലയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ എടുക്കാം. ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും മടക്കുക. എന്നിട്ട് കുറച്ചും കൂടെ ന്യൂസ് പേപ്പർ എടുത്ത് അതിന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് നമ്മൾക്കൊരു ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കി ഭാഗം നമുക്കത് വേണം, ബാക്കി ഭാഗവും വേണ്ട വരും. എന്നിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്യണം. അതിന് ടിഷ്യൂവിൽ ഒരല്പം ഗ്ലൂ പുരട്ടിയതിന് ശേഷം നന്നായിട്ട് ആ ഉരുണ്ട് എടുക്കണം. ഷേപ്പ് ഉരുണ്ട് ആക്കി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഒരു ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ കുപ്പിയുടെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കുകയാണ്. അതാണ് ബാക്കി ഭാഗം നമ്മൾ ആ കുപ്പിയുടെ ഉള്ളിലോട്ട് വെച്ചു. എന്നിട്ട് തല നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം, ഉരുണ്ടിരിക്കണം. ഇങ്ങനെ എടുത്ത് വെച്ചു. ഇനി വേണ്ട ഈ കളർ പേപ്പറാണ്. നമ്മൾ പപ്പാന് നല്ല ചുമന്നാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ കളർ പേപ്പർ വേണം. ഇത് ഫ്ലവർ മേക്കിംഗ് കളർ പേപ്പർ ആവാം, കുഴപ്പമൊന്നുമില്ല. അതല്ല, ഇത് സാധാരണ കളർ ഷീറ്റ് മേടിക്കാൻ കിട്ടും. ഒരല്പം നൈസ്, അതായത് കട്ടിയില്ലാത്ത ഷീറ്റാണിത്. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വെക്കണം. ഇനി നമുക്ക് ഫെവിക്കോൾ എടുത്തിട്ട് ഇത് ചുറ്റും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ആ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് താഴത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. താഴത്തെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. വീണ്ടും ഒരല്പം ചുളുക്കൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അത് ഈ പേപ്പറിൻ്റെ ആണത്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ പപ്പാനയുടെ ഒരു രൂപം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൊപ്പിയാണ്. തൊപ്പിക്ക് ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പെൻസിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഒരറ്റം തൊട്ട് റൗണ്ട് ചെയ്ത് കോൺ പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പേപ്പർ ചാർട്ട് പേപ്പറാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരല്പം കട്ടിയുള്ള പേപ്പർ എടുത്താൽ മതിയാവും. കാരണം ഇത് നമ്മൾ ചുമന്ന ഷീറ്റിൽ ഒട്ടിക്കുന്നുണ്ട്. ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ചുമന്ന ഷീറ്റ് കൊണ്ട് വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് വെള്ള പേപ്പർ തന്നെ എടുക്കുക. അത് ഞാനിപ്പോൾ ചാർട്ട് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ബുക്ക് ഷീറ്റ് പേപ്പർ എടുത്താലും മതി. എന്നിട്ടൊരല്പം നമ്മുടെ തൊപ്പിയുടെ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനുള്ള പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അധികം അതായത് വീതിയിലെടുക്കാൻ പാടില്ല, കുറച്ച് മതിയാവും. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൊപ്പി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് ഇതുപോലെ വൈറ്റ് പേപ്പർ തന്നെ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കണം. അതായത് ആ കോട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനും അധികം വീതി പാടില്ല. ആ തൊപ്പിയിലെടുത്ത് അതുപോലത്തെ വീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്കിത് ആദ്യം റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. റൗണ്ടിൽ ഒട്ടിച്ചു. ഇനി നമ്മൾ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ അത് 2 സൈഡിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ആ കളർ പേപ്പർ ഒരു ബ്രഷിൽ ഒന്ന് ചുറ്റി കൊടുക്കുക, അല്ലെങ്കിൽ പെൻസിലിനായാലും മതി. ഒന്ന് ചുറ്റി റോളാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ
ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ ഇതുപോലെ ആക്കിയെടുക്കാം. ഒന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് രണ്ട് സൈഡിലും ഒരുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ പപ്പാനിയുടെ കൈക്ക് വേണ്ടിയാണ് അത് എടുക്കുന്നത്. എന്നിട്ടിപ്പോൾ രണ്ടും ഒരേപോലത്തെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ ഇതുപോലെ വൈറ്റ് ഒരു പീസ് വെച്ച് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഇതുപോലെ അതും വീതി കുറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉടുപ്പിൽ വെച്ചതുപോലെ തന്നെ കയ്യിലും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഉടുപ്പിലും വെച്ച് കൊടുത്തിട്ടുണ്ട്, തൊപ്പിയിലും വെച്ച് കൊടുത്തിട്ടുണ്ട്, കയ്യിലും വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് കണ്ണ് നമ്മൾ ബ്രഷ് വെച്ച് ബ്ലാക്ക് കളറ് കൊടുക്കാം. നല്ല ഉരുണ്ട കണ്ണ് ബ്രഷ് വെച്ച് നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മാർക്കർ പെന്നായാലും മതിയാവും. അതേ പെർമനൻറ്റ് മാർക്കർ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് പുരികത്തിലേക്ക് വേണ്ടത് ഒന്നുകിൽ പഞ്ഞി വെച്ചിട്ട് ആദ്യം ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരല്പം ഗ്ലൂ എടുത്തിട്ട് ടിഷ്യൂ പേപ്പറോ പഞ്ഞിയോ വെച്ചിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് തിരുമിയതിന് ശേഷം ഒന്ന് പുരികം വെച്ച് കൊടുക്കുക. അതിന് ശേഷം മൂക്കും വെച്ച് കൊടുക്കുക. മൂക്ക് നന്നായിട്ട് ഉരുട്ടിയിട്ട് വേണം. ടിഷ്യൂ പേപ്പർ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കുക. നമുക്ക് താടി വെച്ച് കൊടുക്കണം. നമുക്കൊരല്പം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പഞ്ഞി നല്ല വിടർത്തി വെച്ചിട്ട് താടി വെച്ച് കൊടുക്കാം. നമ്മൾ മനസ്സിൽ പപ്പാനീനെ ഓർത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആ താടി എങ്ങനെ ഇരിക്കുന്നു, കണ്ണ്, മൂക്ക്, പുരുകമൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. മനസ്സിൽ ആ ഒരു രൂപം വേണം. അപ്പോൾ നമ്മുടെ താടി ആ ഒരു ബ്രഷ് കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ തൊപ്പിയുടെ മുകളിലായിട്ട് ഞാനൊരല്പം പഞ്ഞി വെച്ച് കൊടുത്തു. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഒട്ടിച്ചു കൊടുക്കണം. കൈ ഒട്ടിച്ചു കൊടുത്തു. കൈ ഏകദേശം ഒരു വയറിൻ്റെ ഭാഗത്ത്, വയറും തലയും നിൽക്കുന്ന ആ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഷൂസാണ്. ഷൂസിന് ഇതുപോലെ ഞാൻ മടക്കുന്ന പോലെ മടക്കുക. വൈറ്റ് പേപ്പർ തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതൊക്കെ ചാർട്ട് പേപ്പറാണ്. A4 സൈസ് പേപ്പറോ ബുക്കിൻ്റെ പേപ്പറോ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒരല്പം വീതിയിൽ മടക്കിയെടുക്കണം. ഷൂസ് അറിയാലോ. എന്നിട്ട് ഇതുപോലെ തിരിച്ചു മടക്കണം കട്ടിക്ക്. ഒരു 2-3 മടക്ക് കൊടുക്കാം. കാരണം ഷൂസിൻ്റെ ആ ഒരു വലിപ്പം ഓർത്തിട്ട് വേണം നമ്മൾ മടക്കാൻ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്ലൂ വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. അതിന് ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യാം. ഒന്ന് ബ്രഷ് കൊണ്ട് ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉണങ്ങി വരുമ്പോൾ നമുക്ക് പപ്പാനിക്ക് വെച്ച് കൊടുക്കാം. അതിന് മുന്നേ തന്നെ ഞാൻ ചുണ്ടിന് വേണ്ടി ഒന്നെങ്കിൽ പെർമനൻറ്റ് മാർക്കർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് കളർ ഉപയോഗിക്കാം, ഫാബ്രിക് കളർ ഉപയോഗിക്കാം. ബ്രഷിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്യും. ഇനി നമുക്ക് ആ പഞ്ഞി വെച്ച് ഞാൻ അതിൻ്റെ പുരുകം ഒന്ന് റെഡിയാക്കുകയാണ്. നമ്മുടെ ഷൂസും വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ പപ്പാനി അല്ലെങ്കിൽ സാന്താക്ലോസ് അപ്പൂപ്പൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.